പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടിച്ച ഇന്ത്യൻ സംയുക്ത സൈനിക നീക്കം. പാകിസ്ഥാനിലെ പാക് അധീന കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യൻ സേനയുടെ സംയുക്ത ആക്രമണം. 9 പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 12 ഭീകരരെ വധിച്ചു. ജയ്ഷെ മുഹമ്മദ് നേതാവ് മൗലീന മസൂദ് അസ്ഹറിന്റെ സഹോദരിയും ഭർത്താവും ഉൾപ്പെടെ കൊല്ലപ്പെട്ടതായി സൂചന. സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും കവർന്നെടുത്ത ജീവനുകൾക്ക് ഇന്ത്യ ശക്തമായ തിരിച്ചടി തന്നെയാണ് ഈ ഒരു ആക്രമണത്തിലൂടെ നൽകിയിട്ടുള്ളത്. തുടർ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനിയുള്ള ക്രമീകരണങ്ങൾ? സ്വാതി. ആതിര, ഇന്ന് പുലർച്ചെയോടെയാണ് ഇത്തരത്തിൽ സംയുക്ത സൈനിക നടപടി ഉണ്ടായത്. പാകിസ്ഥാനെതിരെ പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയുള്ള കടുത്ത തിരിച്ചടി തന്നെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സംയുക്ത സൈന്യം നടത്തിയിട്ടുള്ളത്. അതിൽ കൃത്യമായും 12ഓളം ഭീകരർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം ഈ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ സൈനിക മേധാവികൾ പങ്കെടുത്തുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിലും കൃത്യമായും പാകിസ്ഥാന് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഷ്കർ ഇ തൊയ്ബയുമായുള്ള കൃത്യമായിട്ടുള്ള പങ്ക് വ്യക്തമാക്കിക്കൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അതോടൊപ്പം തന്നെയും ഈ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ഭീകരാക്രമണം നടത്തിയത് ഈ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. മറ്റൊരു തരത്തിലുള്ള സാധാരണക്കാർക്ക് നേരെ അല്ലെങ്കിൽ പാകിസ്ഥാൻ പൗരന്മാർക്ക് നേരെ ഒരു തരത്തിലുള്ള ആക്രമണവും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതോടൊപ്പം പാക് സൈനിക കേന്ദ്രത്തിന് നേരെയും ആക്രമണം നടത്താൻ ലക്ഷ്യമിട്ടിട്ടില്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിന് ഇന്ത്യ ആസൂത്രണം ചെയ്തത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ തന്നെ നടപ്പിലാക്കിയ ഒരു ആക്രമണമായിരുന്നു ഇപ്പോൾ പാകിസ്ഥാനെതിരെ നടന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം ലഷ്കർ ഇ തൊയ്ബയും പാകിസ്ഥാന്റെയും അതിനെതിരെയും നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത്. പ്രത്യേകിച്ചും UN-ലടക്കം നിരവധി തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉയർന്നു. അതോടൊപ്പം തന്നെയും വർഷങ്ങളായി ഈ ഭീകരർക്ക് ഒളിത്താവളം ഒരുക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറി എന്നതുൾപ്പെടെയുള്ള കടുത്ത വിമർശനങ്ങളും ഉന്നയിച്ചു. പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള ഈ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം നൽകിക്കൊണ്ടുള്ള വലിയ വിശദീകരണം തന്നെയാണ് വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെട്ട വാർത്താ സംഘം ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നൽകിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഈ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നുള്ള പരിശീലനം ലഭിച്ച തീവ്രവാദികളാണ് നടത്തിയിട്ടുള്ളത്. പൂഞ്ചിൽ നടത്തിയിട്ടുള്ള നേരത്തെയുള്ള ആക്രമണം, ജമ്മു കാശ്മീരിലെ പോലീസുകാർക്ക് നേരെ നടത്തിയിട്ടുള്ള വെടിവെപ്പ് ഉൾപ്പെടെയുള്ള നിരവധി മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നടത്തിയിട്ടുള്ള ഈ തീവ്രവാദികളുടെ പങ്കടക്കം സൂചിപ്പിച്ചുകൊണ്ട് അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ജയ്ഷെ മുഹമ്മദ് സംഘടനയുടെ തലവൻ കൂടിയായിട്ടുള്ള മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ അടക്കം നിരവധി പേർ, സഹായികൾ, കുടുംബാംഗങ്ങൾ അടക്കം നിരവധി പേരാണ് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ള സൂചനകൾ ഇപ്പോൾ മസൂദ് അസർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. കനത്ത പ്രഹരമാണ് ഈ തീവ്രവാദികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കുടുംബാംഗങ്ങൾ, അതോടൊപ്പം തന്നെ അമ്മയടക്കം, മസൂദിന്റെ അമ്മയടക്കം ഈ ഒരു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു. എന്നാൽ തനിക്ക് ഇതിൽ പശ്ചാത്താപം ഇല്ല എന്നുള്ള പ്രതികരണമാണ് മസൂദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. കൃത്യമായും ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത് തന്നെ നടത്തിയാണെന്ന് ഇപ്പോൾ സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ഇത് സംബന്ധിച്ച് ലഭിക്കുകയാണ്. അതേസമയം തന്നെ പാകിസ്ഥാനിൽ കടുത്ത ഷെല്ലാക്രമണങ്ങൾ ഇന്ത്യക്കെതിരെ നടത്തുകയും സാധാരണക്കാർക്കു നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഈ ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതും സൂചനയായി വരുന്നുണ്ട്. അതോടൊപ്പം അത്തരത്തിൽ പ്രദേശവാസികളെ അടക്കം ഈ അതിർത്തി മേഖലകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുവാനുള്ള നിർദ്ദേശം ആഭ്യന്തര മന്ത്രിയടക്കം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയോട് ഈ പെഹൽഗാം സന്ദർശിക്കുക ഉൾപ്പെടെയുള്ള ഈ ജമ്മു കാശ്മീർ സന്ദർശിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ഇതിനോടകം വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൈനിക മേധാവികൾ ഉൾപ്പെടെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിലയിരുത്തലുകളും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടിക്രമങ്ങളും ഒക്കെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി എന്നിവരുടെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്ന സാഹചര്യമാണ്. ഏത് തരത്തിലുള്ള സൈനിക നടപടി ഇന്ത്യക്കെതിരെ ഉണ്ടായാലും അതിനെയൊക്കെയും എതിർക്കാനുള്ള എന്തിനും സജ്ജമാണ് സൈന്യം എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള പ്രസ്താവനകളും സൈന്യം സംബന്ധിച്ച വൃത്തങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പാകിസ്ഥാൻ എന്തായാലും ആക്രമണം ഉണ്ടാകും എന്നുള്ള തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെയും വലിയ തരത്തിലുള്ളൊരു ഭയം പാകിസ്ഥാന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്.
വരുന്നത്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകളൊക്കെ നടക്കുമ്പോൾ വലിയ ജാഗ്രതയിൽ തന്നെ രാജ്യം മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യമാണ്. ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ വലിയ സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് വലിയ സുരക്ഷ ഉറപ്പുവരുത്തുന്ന നീക്കങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത്. അതോടൊപ്പം പ്രധാനമന്ത്രി സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി മറ്റ് യാത്രകളൊക്കെയും ഒഴിവാക്കി എന്നുള്ള വാർത്തകൾ വരുന്നു. തീവ്രവാദികൾക്ക് പ്രത്യേകിച്ചും പെഹൽഗാം ആക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി പാകിസ്ഥാനും പാകിസ്ഥാനിന്റെ പിന്തുണയോടെ പ്രവർത്തിച്ചിരുന്ന ഭീകര സംഘടനകൾക്കും ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം പ്രധാനമന്ത്രി ഉടൻ രാഷ്ട്രപതിയുമായും ഈ വിഷയം സംബന്ധിച്ച കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂട്ടിച്ചേർക്കുവാനുള്ളത്. ആതിര, സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനേറ്റ കനത്ത പ്രഹരമം തന്നെ വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ജനവാസ മേഖലകൾ ആക്രമിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ശക്തമാകുന്നു. കൃത്യമായ ആസൂത്രണം നടത്തിയിട്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഉള്ള നീക്കമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നുള്ളത് കൂടിയുണ്ട്. തീർച്ചയായും അത്തരത്തിൽ വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു നീക്കം തന്നെയാണ്. മറ്റൊരു തരത്തിലും ഒരു സാധാരണക്കാരനെയും പാകിസ്ഥാനിലുള്ള ഒരു സാധാരണക്കാരനെയും ബാധിക്കാത്ത തരത്തിൽ ഈ ഭീകരരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഭീകര വിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അതിർത്തി കടന്നിട്ടുള്ള ഭീകരതയ്ക്കെതിരെ അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറുത്തുനിൽപ്പ് എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിലൊരു സൈനിക ആക്രമണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ ഇന്ത്യയുടെ ഈ സംയുക്തമായി നടത്തിയ മിസൈൽ ആക്രമണം പിന്തുണ ഈ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഉള്ള നേതാക്കളിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരത്തിൽ സൈന്യത്തിന്റെ ഈ ഒരു ആക്രമണത്തിൽ സൈന്യം നടത്തിയ പങ്ക് വളരെ വലുതാണ്. അതിന് വലിയ പ്രശംസ തന്നെ അർഹിക്കുന്നതാണ്. മാത്രമല്ല ഈ കൃത്യമായി നടത്തിയ ആസൂത്രണത്തിന്റെ ഭാഗമായി തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദികളുടെ അവർക്ക് പരിശീലനം ലഭിച്ചുള്ള കേന്ദ്രങ്ങൾ തന്നെ നശിപ്പിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായി ഇതിൽ നോക്കിക്കാണേണ്ടത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ് തലവൻ ഉൾപ്പെടെയുള്ളവരുടെ കുടുംബാംഗങ്ങൾ അതോടൊപ്പം തന്നെ മസൂദിന് കനത്ത പ്രഹരം ഇത് സംബന്ധിച്ച് ഏറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ജമ്മു കാശ്മീരിലെ അടക്കമുള്ള ഇപ്പോഴത്തെ സൈനിക വിന്യാസത്തിൽ കടുത്ത സുരക്ഷയിലേക്ക് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോകുന്നുണ്ട്. ഏതു സമയത്തും എന്തുണ്ടായാലും അതിനെയൊക്കെയും പ്രതിരോധിക്കുവാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെയും സൈന്യത്തിന്റെയും ഭാഗത്തു നിന്ന് ഉയരുന്നത്. അത്തരത്തിൽ കൃത്യമായ നടപടിക്രമങ്ങൾ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരും സൈന്യവും എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും നടത്തുന്നതായുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്.